സൈലന്റ് വാലി. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1984. സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്ത വർഷം 1985 സെപ്റ്റംബർ 7-നാണ്. സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. സൈലന്റ് വാലിയെ കുറിച്ച് ആദ്യമായി പഠനം നടത്തിയ വിദേശി ചോദിച്ചാൽ റോബർട്ട് റൈറ്റ് ആണ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാടാണ്. പുരാണങ്ങളിൽ സൈലന്റ് വാലി അറിയപ്പെട്ടിരുന്ന പേര് സൈരന്ത്രി വനം എന്നാണ്. സൈലന്റ് വാലിയിൽ സംരക്ഷിക്കപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി വർഗമാണ് സിംഹവാലൻ കുരങ്ങ്. സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ മാത്രം കാണപ്പെടാൻ കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യം ആണ്. സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമം ചോദിച്ചാൽ മക്കാക്ക സിലനസ് എന്നാണ്. മക്കാക്ക സിലനസ്. കേരളത്തിലെ ഏക കന്യാവനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും വലിയ നിത്യഹരിത മഴക്കാടാണ് സൈലന്റ് വാലി. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴയും സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന പുഴ തൂതപ്പുഴയുമാണ്. OV വിജയന്റെ ഗുരുസാഗരം എന്ന നോവലിൽ പരാമർശിച്ചിരിക്കുന്ന നദി തൂതപ്പുഴയാണ്. ഇതിൽ കുന്തിപ്പുഴയും തൂതപ്പുഴയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. ഓക്കെ. വിവാദമായ പാത്രക്കടവ് പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാ ചോദിച്ചാൽ അത് കുന്തിപ്പുഴയിലാണ്. വിവാദമായ പാത്രക്കടവ് പദ്ധതി ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുന്തിപ്പുഴയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പാണ്ഡവന്മാരുടെ പത്നിയായ ദ്രൗപദിയുടെ മറ്റൊരു പേരാണ് സൈരന്ത്രി. ആ ഒരു സൈരന്ത്രിയുടെ പേരിലാണ് സൈരന്ത്രി വനം. പുരാണങ്ങളിലെ സൈലന്റ് വാലി അറിയപ്പെട്ടിരുന്നത് സൈരന്ത്രി വനം എന്നാണ് കേട്ടോ.